ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ശ്രീ വെങ്കടേശ് രാമകൃഷ്ണനെ യെച്ചൂരി ഇന്ത്യൻ ജനാധിപത്യത്തിലെ യെച്ചൂരി പ്രഭാവം എന്ന വിഷയത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടി ക്ഷണിക്കുക. അധ്യക്ഷൻ ഡോക്ടർ കെ വിജയൻ, സുഹൃത്ത് കെ പി മോഹൻദാസ്, ചാവക്കാട് ഖാനിയിലെ സുഹൃത്തുക്കളെ, മോഹൻദാസ് ഇവിടെ പറഞ്ഞതുപോലെ യെച്ചൂരി എന്ന പ്രതിഭാസം എന്നാണ് ഞാൻ യെച്ചൂരിയെ പറ്റി എഴുതിയ ലേഖനത്തിന് തലക്കെട്ടത്. ആ ലേഖനത്തിന്റെ ഉള്ളടക്കത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിഭാസം എന്ന് പറയുന്ന ആ വിവക്ഷയും ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ യെച്ചൂരിയെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിനോമിനൻ ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പക്ഷേ അതിർത്താണ് ഞാനായിരിക്കും. അങ്ങനെ അടയാളപ്പെടുത്താൻ ഒരുപാട് കാരണങ്ങൾ എനിക്കുണ്ട്. യെച്ചൂരി എന്ന ഈ പ്രതിഭാസത്തെ ഞാൻ അറിയുന്നത് പല ഘട്ടങ്ങളിലായിരുന്നു. അത് തുടങ്ങുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ SFI വളരെ വലിയ അന്തരമുള്ള രണ്ട് തലങ്ങളിൽ ജോലി ചെയ്തിരുന്ന പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ എന്ന നിലയിലാണ്. പിന്നീട് ഞാൻ യെച്ചൂരിയെ കൂടുതൽ അടുത്തറിയുന്നത് യെച്ചൂരിയുടെ പാർട്ടിയുടെ കേരളത്തിലെ മുഖപത്രത്തിൻ്റെ ദേശാഭിമാനിയുടെ ഡൽഹി ലേഖകൻ എന്ന നിലയിലാണ്. പിന്നീട് ഞാൻ പാർട്ടി മുഖപത്രത്തിൽ നിന്നുള്ള മാറി ഞാൻ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പത്രപ്രവർത്തകനായി മാറി. അപ്പൊ ഈ ഓരോ കാഴ്ചയിലും ഓരോ സമയത്തും ഞാൻ ഉണ്ടാക്കുന്ന പരിപ്രേക്ഷ്യങ്ങൾ അതിനൊരു പൊതുധാരയുണ്ട്. പക്ഷെ ആ പൊതുധാരയ്ക്കൊപ്പം ഒരുപാട് നുവാൻസസും ഞാൻ ഈ ഓരോ കാഴ്ചയിലും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കലിന്റെ തുടർച്ചയായിട്ടാണ് യെച്ചൂരി എന്ന പൊളിറ്റിക്കൽ ഫിനോമിനൻ, രാഷ്ട്രീയ പ്രതിഭാസം എന്ന് പറയുന്ന ഒരു കോയിനേജ് ഞാൻ ഉണ്ടാക്കുന്നത്. യെച്ചൂരി ഞാൻ ഡൽഹിയിൽ പോയ ശേഷം 1985 ഡൽഹിയിൽ പോയ ശേഷം 1985 ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുമായി ഇടപഴകാനും അവരിൽ ചിലരെയൊക്കെ ദീർഘമായി ഇൻഷുറൻസ് ചെയ്യാനുമുള്ള അവസരം കിട്ടി. അപ്പം ഞാൻ പല തലങ്ങളിലുള്ള പ്രധാനമന്ത്രിമാരടക്കമുള്ള വളരെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഇടപഴകിക്കൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പത്രപ്രവർത്തന ജീവിതം പ്രത്യേകിച്ച് 1985 ശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. യെച്ചൂരിയും അതുപോലെ ഞാൻ നോക്കിക്കണ്ട ഒരു രാഷ്ട്രീയ നേതാവ്. പക്ഷേ ഞങ്ങൾ തമ്മിലുണ്ടായി വളർന്നു വന്ന ബന്ധം അത് കേവലം ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പത്രപ്രവർത്തകനും തമ്മിലുള്ളത് മാത്രമായിരുന്നു. അവസാനത്തെ ഇപ്പം അദ്ദേഹം അകാലത്തിൽ പോയി. പക്ഷേ 1986 ശേഷം, അതായത് ഞാൻ ഡൽഹിയിൽ പോയി ഒരു വർഷത്തിന് ശേഷം ഞാനും യെച്ചൂരിയുമായിട്ടുള്ള ബന്ധം അതിൻ്റെ പല തലങ്ങളിലൂടെ വികസിച്ച് ഏറ്റവും ഒടുവിൽ
രണ്ട് ചങ്ങാതിമാർ എന്ന രീതിയിലുള്ള ഒരു അടുപ്പവും ബന്ധവുമാണ് എനിക്കുണ്ടായത്. സാഹിത്യവും സംഗീതവും സിനിമയും ഒക്കെ ചർച്ച ചെയ്യുന്ന, രാഷ്ട്രീയം തീർച്ചയായും ചർച്ച ചെയ്യുന്ന, അതിൽ പല കാര്യങ്ങളിലും യോജിക്കുന്ന, പല സമയത്തും കലശലായി തർക്കിക്കുന്ന, ആ തർക്കത്തിന് ശേഷവും സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തുടരുന്ന രണ്ട് ചങ്ങാതിമാരായിരുന്നു. പക്ഷേ 1980 ഞാൻ കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിക്കുകയാണ്. അത്യാവശ്യം എഴുത്തിൻ്റെ അസുഖം ഒക്കെ തുടങ്ങി കഴിഞ്ഞു. 79 ഞാൻ എസ് എൻ കോളേജിൽ സ്റ്റുഡൻറ് എഡിറ്ററായിരുന്നു. വീട്ടിൽ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ കഴിയുമായിരുന്നു. MA ബേബി ആയിരുന്നു അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. 1980 സ്റ്റുഡൻറ് സ്ട്രഗിളിൻ്റെ പത്രാധിപരായി സീതാറാം വെങ്കട്ട് യെച്ചൂരി, എൻ്റെ പേരിൻ്റെ ഒരു അംശം സീതാറാമിൻ്റെ പേരിൻ്റെ തുടർന്ന് ഞങ്ങൾ നമ്മളുടെ ബന്ധത്തിനൊരു കൂടുതലായിട്ടുള്ള അടുപ്പുണ്ടാക്കിയത് ഞാൻ ചെയ്തു. ചിലപ്പോൾ തെറ്റായിട്ടുള്ള വിശ്വാസമായിരിക്കാം. പക്ഷെ 80 സ്റ്റുഡൻറ് സ്ട്രഗിളിൻ്റെ SFIയുടെ മാസികയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള സൈദ്ധാന്തിക മാസികകളിൽ വളരെ ശ്രദ്ധേയമായ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടൊരു ചെറിയ പ്രസിദ്ധീകരണമായിരുന്നു സ്റ്റുഡൻറ് സ്ട്രഗിൾ. ബേബിയാണ് എന്നോട് പറയുന്നത്, ഇടയ്ക്ക് സ്റ്റുഡൻറ് സ്ട്രഗിളിന് കേരളത്തിൽ നിന്നുള്ള സംഘടനാപരമായിട്ടുള്ള വാർത്തകൾ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം സീതാറാമിന്. അങ്ങനെ സീതാറാമുമായിട്ട് കണക്ട് ചെയ്യും. സ്റ്റുഡൻറ് സ്ട്രഗിൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്തുള്ള പ്രശ്നം വെച്ചാൽ ഇത് വരുന്ന ലേഖനങ്ങളൊക്കെ വളരെ ഗഹനമായ ലേഖനങ്ങളാണ്. 1980 1ാം വർഷ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ചർച്ചകളുടെ വളരെ ഗഹനമായിട്ടുള്ള ദേശീയ സർവദേശീയ വിഷയങ്ങളെക്കുറിച്ച്, ആന്ത്രപ്പോളജിയെക്കുറിച്ച്, ഇതൊക്കെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന എഡിറ്റർ കൺസീവ് ചെയ്തുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ബേബിയോടും സീതാറാമിനോടും പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ കുറച്ച് ചെറിയ വാർത്തകളൊക്കെ ഇവിടുന്ന് ഈ സംഘടനാപരമായ വാർത്തകളൊക്കെ എഴുതി അയക്കാം. അങ്ങനെ അത് എഴുതി അയക്കുന്നു. അന്ന് ഇമെയിലൊന്നുമില്ല. കൂടുതലും അയക്കുന്നത് പോസ്റ്റിലാണ്. പോസ്റ്റിൽ എനിക്ക് ടൈപ്പ് റൈറ്റിംഗ് ഒന്നും അറിയില്ല. കൈകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങളായിട്ട്. പിന്നെ സീതാറാം അവിടുന്ന് വായിച്ച ശേഷം ഒന്നുകിൽ വിളിക്കും, അല്ലെങ്കിൽ അത് തിരുത്തി അയക്കും. ഇപ്പം അത് തിരുത്തി അയക്കാതല്ലാതെ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനാണെങ്കിൽ സീതാറാമൻ ട്രൈക്കോളെ വിളിച്ച് പറയും, ഇങ്ങനത്തെ മാറ്റങ്ങൾ അതിൽ വരുത്തണം, ഇങ്ങനത്തെ അഡീഷൻസ് ഒക്കെ ചേർക്കണം. അങ്ങനെ ഒരു പത്രാധിപരും ഒരു റിപ്പോർട്ടറും തമ്മിലുള്ള ഒരു ബന്ധമാണ് സീതാറാമുമായിട്ട് ആദ്യം ഉണ്ടാവുന്നത്. 83 ഞാൻ ദേശാഭിമാനി ചേർന്നു. 2 വർഷം കേരളത്തിലായിരുന്നു. ആ സമയത്ത് ഇടയ്ക്കൊക്കെ സീതാറാമിന്റെ പരിപാടികളൊക്കെ വരും, നമ്മൾ കാണും. അതിലൊക്കെ വളരെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇടപെടൽ മാത്രമാണ് ഉള്ളത്. 1985 ഞാൻ ഡൽഹിയിൽ ദേശാഭിമാനി ലേഖനമായിട്ട് ഓഗസ്റ്റ് മാസം ചെയ്തു. അപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഒന്ന് നമ്പർ 4 അശോക റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബംഗ്ലാവിലാണ്. EMS ആണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി.
സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ബസവപ്പുന്നയും വി.ടി. രണദിനെയും ഒക്കെ അവിടെ പാർട്ടി സെന്ററിലുണ്ട്. അപ്പം ഈ ഫോർ അശോക റോഡിൽ 2 കെട്ടിടമുണ്ട്. ഒരു മെയിൻ കെട്ടിടമുണ്ട്, ഒരു ഔട്ട് ഹൗസ് പോലൊരു കെട്ടിടമുണ്ട്. അപ്പോൾ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി ഒക്കെ ഈ ഔട്ട് ഹൗസിലാണ് ഇരിക്കുക. മെയിൻ ബിൽഡിങ്ങിൽ EMS, ബസവപ്പുന്നയ്യ, BTR ഒരു റൂമുണ്ട്. പിന്നെ ദേശാഭിമാനിയുടെ ലേഖകന്മാർക്ക് ആ സമയത്ത്, ലേഖകർക്ക് മാത്രമല്ല, ദേശാഭിമാനി, ഡൽഹി ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, അതായത് റിപ്പോർട്ടർമാർക്കും ടെലിപ്രിന്റർ ഓപ്പറേറ്റർക്കും EMS ഡൽഹിയിലുള്ള സമയത്ത് ഒരു പണി ഉണ്ടായിരുന്നു. EMS മലയാളത്തിൽ എഴുതുന്ന ലേഖനങ്ങൾ അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്തു. രാവിലെ 7 മണിക്ക് EMS ഓഫീസിലെത്തും. നമ്മളപ്പോൾ ആ സമയത്തുണ്ടാവണം. 7 മണി മുതൽ 9:30 മണി വരെ, ചിലപ്പോൾ 10 മണി വരെ EMS ഒരു ലേഖനം എഴുതി തീർക്കാനുള്ള സമയമാണ്, ഡിക്റ്റേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ EMSുമായിട്ടുള്ള, അപ്പൊ ഈ കേന്ദ്ര കമ്മിറ്റി ഓഫീസുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. അപ്പോ സീതാറാം അവിടെ ഉണ്ടാവും. നമ്മൾ സീതാറാമിനെ പോയി കാണും. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങൾ സംസാരിക്കുന്നു. സാധാരണഗതിയിൽ CPM-ന്റെ ഓഫീസുകൾക്ക് പൊതുവിലുള്ള സ്വഭാവം അവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരങ്ങനെ ചിരിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെ വളരെ എല്ലാവരും കുറിച്ച് ഗൗരവത്തിലാണ്. അതിൽ വ്യത്യാസമായിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് BTR-ഉം സീതാറാം യെച്ചൂരിയായി. 2 പേർക്കും മസൽ എടുത്ത് തീരില്ല. അപ്പൊ അങ്ങനെ ഒരു അടുപ്പം, പ്രത്യേകമായ സവിശേഷമായ ഒരു അടുപ്പം. ഞാൻ ആ സമയത്ത് SFI പഠിക്കുന്ന സമയത്ത് ജീൻസ് ഇട്ടതിനും ബ്രഷ് കോട്ടൺ ഷർട്ട് ഇട്ടതിനും മുടി നീട്ടി വളർത്തുന്നതിന് അത്യാവശ്യം കിട്ടിയ ഇപ്പോഴത്തെ വലിയ വലിയ നേതാക്കന്മാരുടെ കിട്ടിയ ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മുടി നീട്ടി വളർത്തിയ സീതാറാം യെച്ചൂരിയെ കാണുക, എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കുന്ന BTR-നെ കാണാമെന്നുള്ള ഒരു ലാഘവത്വം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. 86 അയോധ്യയിൽ ഞാൻ പോയി ചെയ്ത ഒരു റിപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഐഡിയോളജിക്കൽ സ്ട്രീമിൽ ഞാനും സീതാറാമും ഒരേ തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യമായിട്ട് 1986 ബാബറി മസ്ജിദിന്റെ വാതിലുകൾ തുറന്ന് അതിന്റെ പുറത്തുണ്ടായിരുന്ന റാം ചബുത്ര എന്ന് പറയുന്ന അക്ബറിന്റെ കാലം മുതലുള്ള ഹിന്ദു ആരാധന സ്ഥലത്ത് ഹിന്ദുക്കൾക്ക് ആരാധിക്കാനുള്ള അനുമതി ഫൈസാബാദിലെ ഒരു ജില്ലാ കോടതി, തീർച്ചയായും ആ കോടതി ഉത്തരവും സ്വാധീനത്തിന്റെ മുകളിലുണ്ടാകുക. ഏറ്റവും അവസാനത്തെ അയോധ്യ വിധി എങ്ങനെയാണോ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായത്, സമാനമായ രീതിയിലുള്ള സ്വാധീനം കൊണ്ട് തന്നെയാണ് ആ 1986 ഫെബ്രുവരി മാസത്തെ വിധി ഉണ്ടായത്. അപ്പൊ അത് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് അത് തീർച്ചയായും രാജീവ് ഗാന്ധിയുടെ സർക്കാർ, പ്രത്യേകിച്ചും അതിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അരുൺ നെഹ്റു ഇടപെട്ടുണ്ടാക്കിയ ഒരു ഉത്തരവായിരുന്നു. അത് പഴയ അത് 49 കഥയാണ്. 49 പള്ളിക്കകത്ത് ഈ വിഗ്രഹങ്ങൾ കടത്തി വെച്ച സമയത്തുണ്ടായിരുന്ന, അപ്പോഴാണ് കഴിക്കുന്നതായിരുന്നു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോ ഞാനിത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിനകത്ത് ഇന്നത്തെ പോലെ അന്നും വളരെ പ്രബലമായ ഒരു ഹിന്ദുത്വ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 86 അവിടെ അയോധ്യ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള വലിയ നേതാവ് അക്ഷയ് ബ്രഹ്മചാരി എന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം നെഹ്റുവിന്റെ സഹപ്രവർത്തകനായിരുന്നു, രാംനാഥ് ഗോറിയുടെ സഹപ്രവർത്തകനായിരുന്നു. 49 പള്ളിക്കകത്ത് വിഗ്രഹം കയറ്റി വെച്ചപ്പോൾ നിരാഹാരം കിടന്ന ആളാണ്. അക്ഷയ് ബ്രഹ്മചാരി അപ്പോഴും ജീവിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ബ്രഹ്മചാരിയെ കണ്ട് ഞാൻ എഴുതിയ വാർത്തകൾക്ക് ഈ തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ ഡെപ്ത് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്തുള്ള ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് നടത്തിയത്. പക്ഷെ എനിക്ക് എൻ്റെ ഈ കാര്യത്തെ ഞാൻ കാണുന്ന രീതി അക്ഷയ ബ്രഹ്മചാരിയുമായിട്ടുള്ള ഇടപെടലിന് ശേഷം ഇതിന്റെ എന്താണ് ഇതിന്റെ യഥാർത്ഥമായ രാഷ്ട്രീയ മാനം, എന്താണ് ഇതിന്റെ രാഷ്ട്രീയമായ അപകടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പം കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വന്നാൽ പത്രക്കാരോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ. ഒരു രാഷ്ട്രീയ നേതാവിനോട് ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാനിങ്ങനെ അതിൽ പിടിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സീതാറാമായിട്ടുള്ള. സ്വാഭാവികമായും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ആ സമയമ്പോഴേക്കും നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പറയുകയും അപ്പോഴാണ് സീതാറാമിന്റെ പിൽക്കാലത്ത് സീതാറാം വളരെ കൃത്യമായി വികസിപ്പിച്ച ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി സീതാറാമനുള്ള വളരെ ആഴത്തിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവിന്റെ ഒരു ചെറിയ അംശം പറയുന്നു. സീതാറാം അന്ന് പറഞ്ഞത് പിന്നീട് വർഷങ്ങളിലൂടെ 86-ന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനും സീതാറാമും കൂടെ ഒരു പ്രോജക്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതേണ്ട കാര്യമൊന്നും എഴുതുന്നില്ല, നിങ്ങൾ ഈ അതിഭീകരമായി അടികിട്ടിയിട്ടുള്ള ഈ പാർട്ടിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ട്രീറ്റിസ് നിങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യമുള്ളത് ഈ 86-ൽ ഉണ്ടായിട്ടുള്ള സംഭാഷണം അതിന്റെ തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. അത് ഇത്രയും കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സൗകര്യമുള്ള സമയം പറയുക, ഞാൻ നിങ്ങളെ വന്ന് റെക്കോർഡ് ചെയ്യും. അത് 1920-കൾ മുതൽ നിങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് എടുക്കുക എന്ന് 86-ൽ പറഞ്ഞത്. ആ നെറേറ്റീവ് നിങ്ങൾ എന്നോട് പറയുക, അത് ഞാൻ റെക്കോർഡ് ചെയ്യും. ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലുള്ള പുസ്തകം ഹെമിംഗ്വേ ആയിട്ട്, മാർക്കേസുമായിട്ട്, എഡ്വേർഡ് സെയ്തുമായിട്ട്, അങ്ങനെയുള്ള വലിയ വലിയ ലോകത്തുള്ള വലിയ ചിന്തകന്മാരുമായിട്ട് പത്രപ്രവർത്തകർ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ പുസ്തകമായി അത് കഴിയും. കോൺവെർസേഷൻ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു സാധനം നമുക്ക് ചെയ്യണം. നിങ്ങൾ എനിക്ക് അതിന് സമയം തരണം. അങ്ങനെ സമ്മതിച്ചു. ഒരു സെഷൻ ഉണ്ടായി, 2 മണിക്കൂർ. ആ റെക്കോർഡിങ്ങിൽ പോകുന്നതുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. അത് ഈ 1920-കൾ മുതൽ 47 വരെയുള്ള ഒരു കാലത്തെ മാത്രം പ്രതിപാദിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ തിരിച്ചു വരാം. എന്താണ് 86-ൽ ഞാൻ ഈ അക്ഷയ ബ്രഹ്മചാരിയുമായിട്ടുള്ള ഇടപെടലിന് ശേഷം ഞാൻ ഈ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ അപകടം ഈ കോൺഗ്രസ് പോകുന്ന ഈ ഹിന്ദുത്വ പാത, സോഫ്റ്റ് ഹിന്ദുത്വ പാത, അത് പിക്കപ്പ് ചെയ്യാൻ ഉള്ള ഫോഴ്സസ് ഞാൻ അയോധ്യയിൽ കാണുന്നു. അക്ഷയ ബ്രഹ്മചാരിയെ പോലെയുള്ള ഒരു നേതാവ് കാണുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞത്ര ഞാൻ കേവലമായി പറഞ്ഞു. സീതാറാം എന്നോട് പറഞ്ഞു, 1920-കൾ മുതൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂമികയിൽ 3 പ്രബല ധാരകൾ ഉണ്ടായി. അതിൽ ഒരു ധാര കോൺഗ്രസും ഗാന്ധിയും പ്രതിദാനം ചെയ്ത ധാര. അത് കോൺഗ്രസിന് അറിയുന്ന രീതിയിലുള്ള മതനിരപേക്ഷതയുടെ ഒരു വ്യാഖ്യാനമായിരുന്നു ആ ധാര. ഒരു വശത്ത്
സാമ്രാജ്യത്തെ പറ്റി സംസാരിക്കുക, മറുവശത്ത് ഖിലാഫത്തുമായിട്ട് കൈകോർക്കുക. അങ്ങനെ ഒരു തരം ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഭാഗമായിട്ടുള്ള എന്നാൽ പോസിറ്റീവായിട്ടുള്ള ധാര. രണ്ടാമത്തെ ധാര ഈ തീവ്ര ഹിന്ദുത്വയുടെ 1920 എന്ന് സീതാറാം വളരെ കൃത്യമായിട്ട് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ 1923 ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം വിനായക് ദാമോദർ സാവർക്കർ എഴുതി തീർക്കുന്നത്. 1924 അത് പബ്ലിഷ് ചെയ്യുന്നത്. ഗാന്ധിയും സാവർക്കറുമായി ലണ്ടനിൽ കണ്ടതിന് ശേഷം 10 വർഷത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ, ഗാന്ധിയും നെഹ്റുവും തമ്മിൽ ലണ്ടനിൽ കണ്ടിട്ടുള്ള ഒരു വളരെ രസകരമായ ഒരു അനക്ഡോട്ട്. സാവർക്കർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധി അവിടെ പോയ സമയത്ത് ചെമ്മീൻ വളർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗാന്ധിക്ക് ഓഫർ ചെയ്തു സാവർക്കർ, ചെമ്മീൻ കഴിക്കുന്നു. അപ്പൊ ഗാന്ധി പറയുന്നില്ല, ഞാൻ വെജിറ്റേറിയനാണ്. അപ്പൊ സാവർക്കർ കളിയാക്കുന്നു, ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയി സ്വാതന്ത്ര്യ സമരം നയിക്കാൻ പോകുന്നത്? എനിവേ, അതൊരു ആനുഷികമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ രണ്ടാമത്തെ ധാര, ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ ധാര, അത് ഏകീകൃത ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ടാക്കി അങ്ങനെ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പ്രോജക്റ്റാണ്. മൂന്നാമത്തെ പ്രബലധാരയായിട്ട് സീതാറാം അന്നും ഇന്നും കണ്ടിരുന്നത് ഇടതുപക്ഷത്തിന്റെ, വിശാലമായ ഇടതുപക്ഷത്തിന്റെ ധാരയായിരുന്നു. ഗാന്ധി പ്രതിനിധാനം ചെയ്ത മതനിരപേക്ഷതയ്ക്കൊപ്പം സാമ്പത്തികമായ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം കൂടി ലക്ഷ്യമാക്കുന്ന ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യ പ്രോജക്റ്റാണ് അക്കാലം മുതൽ ഇടതുപക്ഷം കൊണ്ടുവന്നിരുന്നത് എന്ന് എന്നോട് ആദ്യം പറയുന്നത് 86 ഇതിന്റെ ഈ ഒരു തോട്ട് പ്രോസസ്സിന്റെ അതിലുള്ള ഒരുപാട് ന്യൂവാൻസസ് പിന്നീട് സീതാറാം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് ഞാൻ അടുത്തുനിന്ന് കാണുകയുണ്ടായി. അതിന്റെ പല കാര്യങ്ങളും എന്നോടുള്ള വ്യക്തിപരമായ സംഭാഷണത്തിൽ വരുമായിരുന്നു. 86 ഈ പള്ളി ഇങ്ങനെ തുറക്കുന്നതിന് മുമ്പേ 85 അവസാനം വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യയിലേക്ക് ശ്രീറാം ജാനകി യാത്ര എന്നൊരു പരിപാടി നടത്തി. അത് ബീഹാറിലെ സീതാമടിയിൽ നിന്ന് സഞ്ചരിച്ച്, സീതയുടെ ജന്മസ്ഥലമാണെന്നാണ് സങ്കല്പം, അവിടെ നിന്ന് സഞ്ചരിച്ച് അയോധ്യയിലെത്തി 500 ആൾക്കാർ ഒരു വാഹനജാഥയായിട്ട് വന്ന് ഒരു 5-6 ദിവസം എടുത്തിട്ടുള്ള വാഹനജാഥയാണ്, ഒരാഴ്ചത്തെ എടുത്തിട്ടുള്ള വാഹനജാഥ. എന്നിട്ട് അവർ ഈ ബാബറി മസ്ജിദിന്റെ പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് വന്നത്. അതായത് ഈ പള്ളി ഞങ്ങൾ മോചിപ്പിക്കും, ഇത് രാമനെ തടവിലാക്കിയിരിക്കുകയാണ്, ഞങ്ങൾ മോചിപ്പിക്കും എന്ന് പറയുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം നടക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോ ആ സമയത്ത് അയോധ്യയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ, അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, ജൈനന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവരെല്ലാവരും ഈ ശ്രീറാം ജാനകി യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി 500 ആൾക്കാരാണ് ഈ ജാഥയിലുള്ളത്. 500 ആൾക്കാർ ഇവിടെ ഹോക്കി സ്റ്റിക്കുകളുമായിട്ടാണ്. നിങ്ങൾ ഇമ്മാതിരി പരിപാടിയൊന്നും ഇവിടെ ചെയ്യില്ല. അങ്ങനെ അശോക് സെങ്ങളും കൂട്ടരും അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചുപോയി അവര് സരയൂ നദിയുടെ അടുത്ത് പോയിട്ടാണ് പിന്നെ ഈ സങ്കല്പം എന്ന രീതിയിൽ പറയുന്ന പ്രതിജ്ഞ എടുക്കുന്നത്. ഇതായിരുന്നു 86 ഞങ്ങൾ സംസാരിക്കുമ്പോഴുള്ള കോണ്ടെക്സ്റ്റ്. കോൺഗ്രസ് അങ്ങനെ ഉള്ള ഒരു അയോധ്യയിലാണ് ഈ ഹിന്ദു ആരാധനയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തത്. അതിന്റെ രാഷ്ട്രീയ ഡയമെൻഷൻസ് പിന്നീട് 86
1986 ഇത് തുടർന്നു. അവിടെ ഹിന്ദു ആരാധന തുടങ്ങി. 89 ശിലാന്യാസം നടത്തുന്നത് രാജ്യത്താണ്. അതും കൂടി ആയപ്പോ ഈ ഹിന്ദുത്വ ഫോഴ്സസിന് അവർക്ക് വളരെ വലിയ വിവേകം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയോധ്യയിലേക്കുള്ള കർസേവക യാത്രകൾ ആരംഭിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ നിരന്തരമായി ഉത്തർപ്രദേശും ബീഹാറും കവർ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ഈ ഹിന്ദുത്വ ഫീലിംഗ് ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇടതുപക്ഷത്തിനകത്ത് അപ്പോഴും മുഖ്യ എതിരാളി കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഉള്ള 3 സംസ്ഥാനങ്ങളിൽ മുഖ്യ എതിരാളി കോൺഗ്രസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് ഒരു ഷോർട്ട് ടേം എനിമി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫീൽഡ് സഞ്ചാരങ്ങളിൽ എനിക്ക് തോന്നുന്നത്. അപ്പൊ സീതാറാം അതിനോട് ടോട്ടൽ എഗ്രിമെന്റ് ആണ്. സീതാറാം എന്ന് വെച്ചാൽ അപ്പോഴാണ് മൂപ്പര് 1920-കളിൽ പറഞ്ഞിട്ടുള്ള ഈ 3 ധാരകളുടെ ഈ സംഭവത്തെ പറ്റി പറഞ്ഞപ്പോൾ സീതാറാം ഒരു വാല്യൂ അഡീഷൻ 89-ലെ ആദ്യത്തെ കർഷകർക്ക് ശേഷമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാവുകയും ഗാന്ധി എന്ന് പറയുന്ന നേതാവ് കൊല്ലപ്പെടുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഗാന്ധി മതം ഉണ്ടാക്കിയിട്ടുള്ള അതിതീക്ഷ്ണമായ വൈകാരിക പ്രതികരണം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അതുണ്ടായിരുന്നില്ലെങ്കിൽ 1952-ലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഹിന്ദുത്വ ശക്തികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുമായിരുന്നു. കോൺഗ്രസിനകത്ത് അത്രമാത്രം ഹിന്ദുത്വവാദികൾ ആ സമയം മുതലേ നിറഞ്ഞിരുന്നു. ഇത് എൻ്റെ ഈ കോൺവെർസേഷൻ വിത്ത് സീതാറാം എന്നുള്ള പുസ്തകത്തിൽ ഞങ്ങൾ പറയുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആയിരുന്നത് ഗാന്ധി വധം ഇല്ലായിരുന്നുവെങ്കിൽ അതിന്റെ പ്രതികരണമായിട്ടുള്ള അതിതീക്ഷ്ണമായ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അനേകിച്ചില്ലായിരുന്നെങ്കിൽ 52-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഹിന്ദുത്വ ശക്തികൾ വളരെ പ്രബലരായിട്ട് വന്നേനെ. 52-ലെ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മഹാസഭയായിരുന്നു ഹിന്ദുത്വ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ്. 3% വോട്ട് കിട്ടിയവർ. സീതാറാമിന്റെ ഒബ്സർവേഷൻ ഒരു പ്രധാനപ്പെട്ട സംഭവം ഇതായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഈ ഹിന്ദുത്വ വികാരം, ഹിന്ദുത്വ രാഷ്ട്രീയം, വളരെ അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം, അതിന്റെ അപകടങ്ങൾ 1989-ലെ ആദ്യത്തെ കർഷക വോട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളായിരുന്നു സീതാറാം യെച്ചൂരി. എന്തുകൊണ്ട് സീതാറാം യെച്ചൂരി വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു ബൾവർക്കായി, ഒരു പൊളിറ്റിക്കൽ ഫിനോമിനായി നിലകൊണ്ടു എന്നുള്ളത് ഈ 89 മുതലുള്ള പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ടാണ് മോഹൻദാസ് പറഞ്ഞിട്ടുള്ള പ്രൊഫറ്റിക് എന്ന് പറയുന്ന സാധനം. പക്ഷേ വിശാലമായ ഇടതുപക്ഷത്തിനകത്ത് ഈ ആർഗ്യുമെന്റിനെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ ആൾക്കാരുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ വരില്ലെണ്ണാവുന്ന ആൾക്കാരുണ്ടായിട്ടോ. എന്തായാലും നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് തന്നെ മുഖ്യ ശത്രു എന്ന് പറയുന്ന ഒരു ധാരയുമായിട്ടാണ് പോകുന്നത്. പക്ഷെ സീതാറാമിന്റെ ഈ ഇതിനെതിരായിട്ടുള്ള ഒരു വിശാലമായ അർത്ഥത്തിലുള്ള മുന്നണി രാഷ്ട്രീയം കെട്ടിപ്പടുക്കേണ്ടതിന്റെ, ഇന്ത്യയിൽ മുന്നണി രാഷ്ട്രീയം കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരുത്തുന്നത് സീതാറാം അല്ല, EMS ആണ്. 67 മുതൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് മാറുകയും ഇതിന്റെ ഒരു ഐഡിയോളജിക്കൽ കോണ്ടൂർസ് ഉണ്ടാക്കിയത് EMS ആണ്. പക്ഷെ ഇതിൽ എന്ത് തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രാക്ടീസാണ് നടത്തേണ്ടത്, എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലാണ് ഇതിൽ നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം
EMS അത്ര വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ്. മുന്നണി രാഷ്ട്രീയത്തിന്റെ ഐഡിയോളജിക്കൽ പാരാമീറ്റേഴ്സ് അദ്ദേഹം കൃത്യമായി ഡിഫൈൻ ചെയ്തുവെങ്കിലും അതിനെ കൃത്യമായിട്ടും ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള ആ അർത്ഥത്തിൽ ശശികുമാർ നടത്തിയിട്ടുള്ള ആ ഡിഫറൻസിയേഷൻ. സീതാറാം ഒരേ സമയം മാർക്സിസ്റ്റുമായിരുന്നു. ശശികുമാർ ഉപയോഗിച്ച വാക്ക് കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭകാരി എന്നാണ്. ശശികുമാർ ഉപയോഗിച്ചത് ഒരേ സമയം സൈദ്ധാന്തികമായ ലെവലിൽ മാർക്സിസത്തിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ആള്, അതേസമയം കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭകാരിയുമായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭകാരി എന്ന് പറയുന്ന എലമെന്റിലാണ് ഈ മുന്നണി രാഷ്ട്രീയത്തെ എങ്ങനെ പൊളിറ്റിക്കൽ പ്രാക്ടീസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഉണ്ടാവുന്നത്. അത് സീതാറാം മുന്നോട്ട് കൊണ്ടുപോയതുപോലെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു നേതാവും മറ്റൊരു ജനറൽ സെക്രട്ടറിയും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇത് ഈ ഒരു പൊളിറ്റിക്കൽ പ്രമൈസ്, ഈ പെർസ്പെക്റ്റീവിന്റെ അതിന്റെ അതിശക്തമായിട്ടുള്ള ഈ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റും കൂടെ ചേരുന്ന, സൈദ്ധാന്തികനും കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭകാരിയും കൂടെ ചേരുന്ന അതിന്റെ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ്, അതിന്റെ അതിന്റെ പ്രകടനങ്ങൾ ഈ 89 മുതൽ നമ്മൾ കാണുന്നത്. 89-ലാണ് 77 ശേഷം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഐക്യമുന്നണി സർക്കാർ ഡൽഹിയിലുണ്ടാകും, വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ. ആ സർക്കാരിന് CPM പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം കോമൺ മിനിമം പ്രോഗ്രാം വേണം. അങ്ങനെ ആ കോമൺ മിനിമം പ്രോഗ്രാം 89-ലെ സർക്കാരിന് ഉണ്ടാക്കുന്നതിൽ അതിന്റെ ഡ്രാഫ്റ്റിംഗ് ചെയ്ത ആള് സീതാറാം യെച്ചൂരിയാണ്. സീതാറാമിന്റെ ഈ പറഞ്ഞ ഒരേ സമയം പ്രാക്ടിക്കൽ പോളിറ്റിക്സിന്റെ രീതിയിൽ ഉള്ള ഇടപെടലും സൈദ്ധാന്തികമായ ഇടപെടലും കൂടി ചേരുന്ന ഒരു സവിശേഷമായ രീതി അവിടെയാണ്. 89-ലെ ഗവൺമെന്റ് നിലംപതിക്കുന്നു. 89-ലെ ഗവൺമെന്റ് നിലംപതിച്ച് 90-92 ആവുമ്പോഴേക്ക് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നു. ബാബറി മസ്ജിദ് പൊളിക്കുന്നത് 92 ഡിസംബറിലാണ്. 1992 ജനുവരിയിൽ വളരെ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ്, CPM-ന്റെ പാർട്ടി കോൺഗ്രസ് മദ്രാസിയിൽ നടക്കുന്നു. അവിടെയാണ് EMS പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കുന്നത്. 92-ലെ പാർട്ടി ജനറൽ കോൺഗ്രസ് നടക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? സാർവദേശീയ തലത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞു, സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഇല്ലാതായി കഴിഞ്ഞു. ഞാൻ ആ പാർട്ടി കോൺഗ്രസ് വളരെ എക്സ്റ്റെൻസീവായിട്ട് കവർ ചെയ്തതാണ്. പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പേ മദ്രാസിൽ എത്തുകയും നേതാക്കന്മാരുമായിട്ട് ഇടപെടുകയും അവിടെ വരുന്ന ഡെലിഗേറ്റ്സുമായിട്ടും ഒക്കെ സംസാരിക്കുകയും EMS-ഉം സുർജിത്തുമായും ഒക്കെ ഇന്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കൊലാപ്സിന്റെ സമയത്ത്, ഈ കൊലാപ്സിന്റെ സാർവദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് കൊലാപ്സ് ആയ സമയത്ത് എന്താണ് CPIM-ന്റെ നേതൃത്വം ഡെലിഗേറ്റ്സിനോട് പറയുക, പാർട്ടി പ്രവർത്തകരോട് പറയുക, ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ പ്രബലമായും മറ്റു സംസ്ഥാനങ്ങളിൽ ഏറെയും കുറഞ്ഞുള്ള പാർട്ടി പ്രവർത്തകരോട് എന്താ പറയുക എന്നതിനെ പറ്റിയിട്ടുള്ള, എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ചർച്ചകളും ആശയക്കുഴപ്പങ്ങളും അന്ന് പാർട്ടി നിലവിലുണ്ടായിരുന്നു. ഓർമ്മിക്കണം, 85 മുതൽ 92 വരെ
മിക്കവാറും എല്ലാ ദിവസവും എന്നോണം CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അത്യാവശ്യം കാര്യങ്ങൾ ചുവടെടുക്കാൻ അറിയുന്ന ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റാണെന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വളരെ കൂടുതലായിരുന്നു. അപ്പോഴാണ് ഹർകിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞത്, ഇപ്പോൾ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കണം, എന്ത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഈ പാർട്ടി പ്രതിനിധികൾക്ക് മുമ്പിൽ അതുവഴി പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുമ്പിൽ വെക്കുക എന്നുള്ളതിനെ പറ്റി ഇത് അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം. EMS സമ്മേളനത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം ഏതാണ് ഒരു റിട്ടയർമെന്റ് മോഡിലേക്കായിരുന്നു. ഹർകിഷൻ സിംഗ് സുർജിത്താണ് അടുത്ത സെക്രട്ടറി എന്നുള്ള ധാരണ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. സുർജിത്താണ് സീതാറാമനെ വിളിച്ച് പറയുന്നത്, നിന്റെ ഡ്രാഫ്റ്റ് നീ ഉണ്ടാക്കണം. ആ രാഷ്ട്രീയ പ്രമേയം അതൊരു മാസ്റ്റർ പീസായിരുന്നു. ഇങ്ങനെ കൊലാപ്സ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ബ്ലോക്ക് മുഴുവൻ കൊലാപ്സ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ജനകീയ സമരങ്ങളിൽ അധിഷ്ഠിതമായി സോഷ്യലിസത്തിന്റെ വ്യത്യസ്തമായ പെർസ്പെക്റ്റീവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, അതിൽ ലാറ്റിൻ അമേരിക്കയെ വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് ഡെവലപ്മെന്റിന്റെ സ്ഥലമായിട്ട് സീതാറാം ആ പൊളിറ്റിക്കൽ ഡോക്യുമെന്റിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. 92 കഴിഞ്ഞിട്ട് 32 വർഷമായി. നമ്മൾ ഇന്നും ആ ഒരു പൊളിറ്റിക്കൽ പാരാമീറ്റേഴ്സ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ തരത്തിൽ നമ്മൾക്ക് ഇപ്പോഴും ഒരു മാർഗദർശിയായിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഞാൻ ആ പാർട്ടി കോൺഗ്രസ് കവർ ചെയ്തു. ഏതാണ്ട് 30 പേജാണ് ഫ്രണ്ട് ലൈൻ ആ പാർട്ടി കോൺഗ്രസിന് വേണ്ടി നീക്കി വെച്ചത്. ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, EMSന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഈ പുതിയ നേതാക്കന്മാരുടെ ഒക്കെ ചെറിയ ചെറിയ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ പാർട്ടി കോൺഗ്രസിന്റെ കവറേജിന് ഫ്രണ്ട് ലൈൻ നൽകിയിട്ടുള്ള തലക്കെട്ട് കവർ സ്റ്റോറിയായിരുന്നു an upbeat political Congress. An upbeat. എന്നാൽ ഇടതുപക്ഷം ബാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തകർച്ച നേരിടുമ്പോഴും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവുമായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നു. അതിന്റെ ബേസിക് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത്, അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കിയത് സീതാറാം യെച്ചൂരിയായിരുന്നു. ഇത് പാർട്ടിക്കകത്ത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സാധനമാണ്. സീതാറാമാണ് ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കിയത്. ഡിസംബറിനാകുമ്പോഴേക്ക് സീതാറാം കാണിച്ചിരുന്ന ആ അപകടത്തിന്റെ ഇന്ത്യയിലെ പ്രൈമറി പൊളിറ്റിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ ത്രെറ്റ് ആയിട്ട് മാറാൻ പോകുന്നത് ഹിന്ദുത്വ ഫാഷിസമാണെന്നുള്ളതിന്റെ ഏറ്റവും മൂർത്തമായ ദൃഷ്ടാന്തം ബാബറി മസ്ജിദിന്റെ അവസരത്തിലൂടെ അപ്പോഴും വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷത്തിനകത്ത് ഇത് ഫാഷിസമാണോ അല്ല കേവലം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഹിന്ദുത്വമാണെന്നുള്ള ഡിബേറ്റ് വളരെ രൂക്ഷമായി നടക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രതികരണമായിട്ടെന്നോണം സീതാറാം 1993 മാർച്ചിൽ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞ് 3-3.5 മാസം കഴിഞ്ഞപ്പോ ഫ്രണ്ട് ലൈനിൽ ഒരു വലിയ എസ്സേ എഴുതി. 18-20 പേജുള്ള ഒരു എസ്സേ എഴുതി. വാട്ട് ഈസ് ദിസ് ഹിന്ദു രാഷ്ട്ര? അത് വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും നെറ്റിൽ നിലവിലാണ്, നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് പിന്നീട് ഫ്രണ്ട് ലൈൻ തന്നെ അതൊരു ചെറിയ മോണലോഗായിട്ട് പ്രസിദ്ധീകരിക്കണ്ടായി. വാട്ട് ഈസ് ദിസ് ഹിന്ദു രാഷ്ട്ര? എന്താണ് ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം നേരിടുന്ന വെല്ലുവിളി ഈ ഹിന്ദുത്വ ഫോഴ്സസിൽ നിന്നുകൊണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് ഗോൾവാൾക്കറിന്റെ പുസ്തകത്തെയും അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളെയും ആധാരമാക്കിക്കൊണ്ട് വളരെ
എന്നുവെച്ചാൽ ഈ പ്രഭാത് പട്നായിക് പറയുന്നത്, പ്രഭാത് പട്നായിക്കും റോബിലാൽ ഠാക്കൂറും ഒക്കെ ജെ എൻ യു ഉണ്ടാക്കിയ ശേഷം ആ സമയത്ത് പ്രഭാത് പട്നായിക്കിന് 30 വയസ്സായിട്ട്. പ്രഭാത് പട്നായിക്കിന്റെ ആദ്യത്തെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. ഈ കോൺവെർസേഷൻസ് വിത്ത് സീതാറാം എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം 31 വർഷത്തിനിപ്പുറം അതിഭീവത്സമായ ഒരു യാഥാർത്ഥ്യമായി ഇന്ത്യയെ കുറിച്ച് നോക്കുക. അപ്പൊ ഇതിന് ഒരു അഡൻഡം വേണ്ട സമയമായി. വാട്ട് ഈസ് ദിസ് ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്ന ഈ എസ്സേക്ക് അത് നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സംഭാഷണം ആരംഭിക്കുന്നത്. ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്കൽ പ്രാക്ടീസിനെ പറ്റി ഞാൻ പിന്നെ പറഞ്ഞു. 93 മുതൽ 2004 വരെയുള്ള പീരീഡിൽ ഈ പൊളിറ്റിക്കൽ പ്രാക്ടീസിൽ ഹിന്ദുത്വയുടെ ഫോഴ്സസും മതനിരപേക്ഷതയുടെ ശക്തികളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ ഒരു സമരം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ദിവസം നടക്കുകയുണ്ടായി. പള്ളി പൊളിച്ചു കഴിഞ്ഞിട്ട് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലായിരുന്നു 1993 സെപ്റ്റംബറിൽ. അപ്പൊ ഹിന്ദുത്വ ഫോഴ്സസ് വിചാരിച്ചത് നമ്മള് പള്ളി പൊളിച്ചതിന്റെ ഒരു ആവേശത്തിൽ ഉത്തർപ്രദേശിൽ നമ്മൾ ഒരു പാൻ ഹിന്ദു ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു, ഏകീകൃത ഹിന്ദു സ്വത്വം ഉണ്ടാക്കി കഴിഞ്ഞു, ആ ഇലക്ഷൻ തൂത്തുവാരുമെന്നാണ്. അതവിടെ മുലായം സിംഗ് യാദവും അൻഷിറാമും കൂടെ ചേർന്ന് ഹിന്ദുത്വക്കെതിരെ ഹിന്ദു സമൂഹത്തിനകത്തുള്ള ജാതി വിഭാഗീയതകളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സ്ട്രാറ്റജി ഉണ്ടാക്കുകയും BJP ഇലക്ഷൻ തോൽക്കുകയും ചെയ്തു. ഇത് തോറ്റു കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദുത്വയുടെ നേതാക്കന്മാരുടെ പ്രമുഖനായിട്ടുള്ള ആചാര്യ രാമചന്ദ്ര പരമഹൻസ് എന്ന് പറയുന്ന അവരുടെ സംസാരിക്കും. ഞങ്ങൾ വലിയ ഹിന്ദു ഏകീകൃത സ്വത്വമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് നിങ്ങൾ തോറ്റുപോയതിലൂടെ ജാതിയുടെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ചില തിരിച്ചടികളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തിനകത്ത് മരുന്നിന് പുറത്ത് സീറ്റ് കിട്ടിയത് സ്വാതന്ത്ര്യം കിട്ടി 20 വർഷങ്ങൾക്ക് ശേഷം 67 തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഒരു പുത്തരിയല്ല, ഒരുപാട് അടിയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പണിയെടുത്തോണ്ടിരിക്കും, കാം ജാരി ഹേ. അപ്പൊ സീതാറാമന്റെ അടുത്ത് ഞാനിതൊന്ന് ഷെയർ ചെയ്യാൻ തിരിച്ചു വിട്ടു. സീതാറാമൻ, ഇതാണ് ഞാൻ പറയുന്നത്, ഇതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സമരമാണ്. നമ്മൾ ഈ സമരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. തൊണ്ണൂറ്റി ശേഷം CPM-ന്റെ ഈ പൊളിറ്റിക്കൽ പ്രാക്ടീസിന്റെ ലെവലിൽ സീതാറാമൻ നിർഭാഗ്യവശാൽ 92 EMS കൊടുത്തിട്ട് തരത്തിലൊരു പ്ലാറ്റ്ഫോം 3 സംസ്ഥാനങ്ങളിൽ ശക്തമായ ഇടതുപക്ഷ സ്വാധീനമുള്ള പാർട്ടിയുടെ ഒരു പ്ലാറ്റ്ഫോം സീതാറാമൻ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആവുന്ന സമയത്ത് 2014 കിട്ടിയില്ല. പക്ഷെ 92 ഹർകിഷൻ സിംഗ് സൂര്യത്തിന് കിട്ടിയത് അത് ഈ പറഞ്ഞ രീതിയിലുണ്ടായിരുന്നു. സീതാറാം തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഈ ലോങ് പൊളിറ്റിക്കൽ ബാറ്റിൽസിന്റെ, ഒരു കമ്മ്യൂണിസ്റ്റ് റവല്യൂഷണറി എന്ന നിലയിലുള്ള പൊളിറ്റിക്കൽ ബാറ്റിൽസിന്റെ ഒരു കോൺസെപ്റ്റിനകത്ത് നിന്നുകൊണ്ട് ഹർകിഷൻ സിംഗ് സൂര്യത്ത് പ്രധാന കമാൻഡറായും സീതാറാം യെച്ചൂരി 2ICയുമായിട്ടുള്ള സമരമാണ് 93 മുതൽ 2004 വരെയുള്ള സമയത്ത് നടക്കുന്നത്. 96 അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഈ 93 തിരിച്ചടിക്ക് ശേഷം ഉത്തർപ്രദേശ് തിരിച്ചടിക്ക് ശേഷം അത് പിന്നെ യൂറോപ്പ് ചെയ്തു, കാം ജാരിയായിട്ട് അവർ മുന്നോട്ട് പോയി. 96 13 ദിവസത്തെ സർക്കാർ, പിന്നെ 98
13 മാസത്തെ സർക്കാർ, പിന്നെ 2000-ൽ 5 വർഷത്തെ സർക്കാർ. ഇതെല്ലാം BJP ഉണ്ടാവും. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ രീതിയിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് മെയിൻ കമാൻഡറും സീതാറാം യെച്ചൂരി 2ICയുമായിട്ട് വിശാലമായ അർത്ഥത്തിൽ മതനിരപേക്ഷ പാർട്ടികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അത്ഭുതകരമായ പ്രവർത്തനം നടത്തുന്നത്. ശരിയാണ്, ഇന്ത്യ ഷൈനിങ് തുടങ്ങിയിട്ടുള്ള ഓവർ റീച്ചിന്റെ മുദ്രാവാക്യം BJPയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ എക്സ്പോസ് ചെയ്യുകയും അതിനെതിരായിട്ടുള്ള വിശാലമായ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ, മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യം സാധിച്ചെടുക്കുകയും 2004-ൽ നടന്ന വലിയ രാഷ്ട്രീയ സഖ്യത്തിലെ അത്ഭുതം കോൺഗ്രസും ദ്രാവിഡ മുന്നേറ്റ കഴകവും തമ്മിലുള്ള അലയൻസ് ആയിരുന്നു. രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം DMKക്ക് അതിൽ പങ്കുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ആളാണ് സോണിയാഗാന്ധി. ഇത് രഹസ്യമല്ല, രാഷ്ട്രീയ നിരീക്ഷകർക്കും മാധ്യമപ്രവർത്തകർക്കും അറിയുന്ന കാര്യമാണ്. വിസറൽ ഹേറ്റ്രഡ് ആയിരുന്നു. അത് മാറ്റുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. അങ്ങനെ കോൺഗ്രസും DMKയുമായിട്ടുള്ള സഖ്യത്തിന് അവിടെ തുടക്കമാകും. സമാനമായ രീതിയിൽ ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടിയുമായിട്ട് കോൺഗ്രസ് റീച്ച് ഔട്ട് ചെയ്തു. അതിന് വഴിയൊരുക്കിയത് സുർജിത്തായിരുന്നു. അടുത്തടുത്ത വീട്ടുകളിലാണ് സോണിയാഗാന്ധിയും രാംവിലാസ് പാസ്വാനും താമസിച്ചിട്ടുള്ളത്. അപ്പം സുർജിത്ത് സോണിയാഗാന്ധിയെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോണിയ പറഞ്ഞത്, ഞാൻ സമയം ഫിക്സ് ചെയ്ത് ഞാൻ നടന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകും. അത് ഒരു വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് ആയിരുന്നു. അവര് കാറിലൊന്നല്ല പോയത്, അവർ തൊട്ടടുത്ത വീട്ടിലായതുകൊണ്ട് റോഡിൽ കൂടെ നടന്നിട്ടാണ് രാംവിലാസ് പാസ്വാനെ വീട്ടിൽ. 2004-ൽ വീണ്ടും സർക്കാർ ഉണ്ടാവുന്നു. 2004 ഞാൻ 1985 മുതൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. എൻ്റെ മാധ്യമപരമായ ഇടപെടലുകളും മാധ്യമപരമായിട്ടുള്ള അറിവും അവഗാഹവും ഒക്കെ ഓരോ വർഷം കൂടുന്തോറും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്ന സർക്കാരുകളെല്ലാം വളരെ സൂക്ഷ്മമായി പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സമയം കൂടിയാണ്. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള 1985 മുതലുള്ള എല്ലാ സർക്കാരുകളും ഞാൻ കണ്ടതാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സർക്കാരും ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സർക്കാരുകളും 2004-2009 കാലത്തിൽ UPA ഒന്നാം സർക്കാരായിരുന്നു. അതിൻ്റെയും കോമൺ മിനിമം പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്തത് സീതാറാം യെച്ചൂരി ആയിരുന്നു. ജയറാം രമേശും അതിൽ കൂടെ ഉണ്ടായിരുന്നു. ആ സർക്കാരിന്റെ ഭയങ്കരമായ അത്ഭുതകരമായിട്ടുള്ള ആ സർക്കാരിലാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ സർക്കാർ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സർക്കാരുണ്ടായത് ആ സർക്കാരാണ്. അത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണ പരിപാടികൾ പോലെ പുരോഗമനപരവും ഏറെ ദൂരവ്യാപകമായിട്ടുള്ള സദ്ഗുണങ്ങളുമുള്ള ഒരു നിയമപരിപാടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശൃംഖല, നിയമനിർമ്മാണത്തിന്റെ ശൃംഖല തന്നെ ആ സർക്കാരിലുണ്ടായിരുന്നു. നമുക്കറിയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, മൻരേഗ, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, ഇതെല്ലാം ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിച്ചിട്ടുള്ള നിയമനിർമ്മാണമാണ്. ഇതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ആ സമയത്തുള്ള ഇത്തരം നെഗോസിയേഷൻസിനൊക്കെ നേതൃത്വം കൊടുത്ത ആളായിരുന്നു സീതാറാം യെച്ചൂരി. അപ്പൊ ഇത് ഞാൻ എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരി എന്ന് പ്രതിഭാസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? 2009-ൽ ഇപ്പോഴും നടക്കാത്ത, അതിന് പൊടി പോലും ഇല്ല, ഇപ്പോഴും പ്രാപിച്ചു വരാത്ത ഒരു ന്യൂക്ലിയർ ഡീലിന്റെ പേരിൽ ഇടതുപക്ഷം ആ സർക്കാരിന് പിൻവലിക്കുന്നതിനെ എനിക്കറിയാം ആന്തരികമായി എതിർത്ത ആളാണ് സീതാറാം യെച്ചൂരി. CPM ഇപ്പോഴും ഔദ്യോഗികമായിട്ട് സമ്മതിക്കില്ല. നമുക്ക് ഈ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും കുറെ കൊല്ലങ്ങൾക്ക് പാർട്ടി രേഖകൾ പുറത്തുവിടുന്ന പരിപാടി നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചത് വന്നിട്ടില്ല. പക്ഷെ എപ്പോഴെങ്കിലും പാർട്ടി രേഖകൾ പുറത്തുവിട്ടപ്പെട്ടാൽ ഇങ്ങനെയുള്ള ഒരു നോൺ ഇഷ്യൂവിന്റെ മുകളിൽ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്.
എന്നോട് ഇതിനേക്കാൾ കൂടുതൽ പ്രകടമായി പറഞ്ഞതാണ് CPI ജനറൽ സെക്രട്ടറി ആയിരുന്ന AB ഭർദ്ധൻ. കോയമ്പത്തൂരിലെ പാർട്ടി കോൺഗ്രസിന് ശേഷം ഞാനും AB ഭർദ്ധനും അടുത്തടുത്ത സീറ്റിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. ഭർദ്ധനോട് പറഞ്ഞു, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് നമുക്ക് വിലക്കയറ്റം പോലെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു വിഷയത്തിന്റെ മുകളിൽ നമുക്ക് എന്തായാലും പിന്തുണക്കാൻ പറ്റില്ല. നമുക്ക് ഇലക്ഷനിൽ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മത്സരിക്കേണ്ടത് പ്രധാനമായിട്ടും കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ പിന്തുണയിലേക്ക് പക്ഷെ എന്തായാലും നമ്മൾ കൃത്യമായിട്ട് നുവാൻസ് ചെയ്യണം. അങ്ങനെ ഒരു നുവാൻസിങ് ഉണ്ടായില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു എടുത്തുചാട്ടത്തിന്റെ അപകടം വളരെ കൃത്യമായിട്ട് സീതാറാം ഫ്ലാഗ് ചെയ്തിരുന്നു എന്ന് എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ആന്തരിക രേഖകൾക്ക് നമുക്ക് ആക്സസ് ഇല്ല. പക്ഷെ ഇത് ഞാൻ ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാണ്. മാഷ എവിടെ ഇരിക്കുന്നതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് ചോദിക്കണ്ടായി. ഞാൻ ഈ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഇത് പ്ലേസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് 2009 ഈ വലിയ തിരിച്ചടിക്ക് ശേഷം 2014 ഹിന്ദുത്വ ഫോഴ്സസ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം 10 വർഷം അവർ ഭരിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ നടക്കുന്ന ഈ റീഗ്രൂപ്പിങ്ങിൽ സീതാറാം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സീതാറാമിന് ഈ രീതിയിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു പൊളിറ്റിക്കൽ പ്രാക്സിസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ഗാഢമായ ഒരു തിയറിറ്റിക്കൽ പ്രൊമൈസ് ഉണ്ടായിരുന്നു. അത് എന്നോട് സീതാറാം സംസാരിച്ചിട്ടുണ്ട്. സീതാറാം പറയുന്നത് ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ആശയം ഏതൊരു കൺസർവേറ്റീവ് സൊസൈറ്റിയിലും, ഏത് യാഥാസ്ഥിതിക സൊസൈറ്റിയിലും അത് പുറത്തുനിന്നുള്ളൊരു ആശയമാണ്. കമ്മ്യൂണിസത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതിക സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള ആശയമല്ല, ഉൽപ്പതിഷ്ണമായിട്ടുള്ള ആശയങ്ങളെല്ലാം എപ്പോഴും അത് അപരിചിതമായ ഫോറിൻ ആയിട്ടുള്ള ഒരു ആശയമാണ്. ഇത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കമ്മ്യൂണിസത്തിന് വിജയമുണ്ടായിട്ടുള്ള താൽക്കാലികമായി ചെറിയ രീതിയിലുള്ള വിജയം, കുറച്ച് വർഷങ്ങളുടെ വിജയമാണെങ്കിലും ഏറിയ വർഷങ്ങളുടെ വിജയമാണെങ്കിലും, ചൈന പോലെ സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണെങ്കിലും, ക്യൂബ പോലെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണെങ്കിലും, സോവിയറ്റ് യൂണിയൻ പോലെ തകർന്നു പോയൊരു സ്ഥാനമാണെങ്കിലും, ഇതര പറഞ്ഞാൽ ഈ 3 വിപ്ലവങ്ങൾ ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിപ്ലവങ്ങളാണ്. ഈ 3 വിപ്ലവങ്ങളും നടത്തിയ നേതാക്കന്മാർ അവർ ആത്മനിഷ്ഠ സാഹചര്യം രാജ്യത്തിനകത്ത് വളർന്നു വരുന്നത് വരെ അവർ രാജ്യത്തിനകത്തുണ്ടായിട്ടില്ല. സോവിയറ്റ് വിപ്ലവം ഉണ്ടാകാൻ വേണ്ടി ലെനിൻ വരുന്നത് പാരീസിൽ നിന്നാണ്. ചൈനീസ് വിപ്ലവം കൂടുതൽ ഫൈറ്റ് ചെയ്യപ്പെട്ടത് യനാനിൽ നിന്നാണ്. ക്യൂബൻ വിപ്ലവത്തിനും ബോട്ട് കയറിയിട്ടാണ് കാസ്ട്രോ ഒക്കെ വരുന്നത്. ഇന്ത്യയിൽ നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ വൈദേശികമായിട്ടുള്ള യാഥാസ്ഥിക സമൂഹത്തിന് പറ്റാത്ത ഒരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി നിർബന്ധിതരായിട്ടുള്ള ഇന്ത്യയിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവർക്ക് ഇങ്ങനെ പുറത്തുനിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമോ സൗകര്യമോ ഉണ്ടായിട്ടില്ല. അവർക്ക് ഇവിടുത്തെ ജനങ്ങളുമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും പാർലമെന്ററി ഡെമോക്രസിയുടെ പരിമിതിക്കിടയിലും പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലാവസ്ഥയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അതിന് വളരെ വലിയ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ആവശ്യമായി വരും. അത്തരമൊരു രാഷ്ട്രീയമാണ് ഞാൻ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്, പ്രതിനിധാനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് സീതാറാം പറഞ്ഞത്. സീതാറാമിന്റെ ജീവിതം അതിന്റെ ഒരു തെളിവായിരുന്നു. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഈ രീതിയിൽ
അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ ജീവിതത്തെ, ഇന്ത്യൻ സാമൂഹികതയെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാ ഈശ്വര ഭേദങ്ങളോടും കൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രയോക്താവായിരുന്നു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ സമയത്ത് തന്നെ. പിന്നെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലും വ്യക്തിപരമായ പെരുമാറ്റത്തിലും വരട്ടു തത്വവാദം ഒട്ടും ഇല്ലാത്തതിനാൽ, സെക്ടേറിയനിസം എന്ന ഇംഗ്ലീഷുകാർ പറയുന്ന സാധനം ഒട്ടും ഇല്ലാത്തതിനാൽ, അസലപിടുത്തം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് മതനിരപേക്ഷ കക്ഷികളാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരെ അവരുമായിട്ട് കൂടുതൽ റീച്ച് ഔട്ട് ചെയ്യാൻ കൂടുതലായി സാധിച്ചു. അതുവഴി വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ആശയങ്ങൾ ഏറെയും കുറഞ്ഞുമുള്ള രീതിയിൽ അവരെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ കഴിയുന്നതാണ്. രണ്ട് ചെറിയ അനുഭവങ്ങൾ കൂടി പറഞ്ഞത് എന്നതാണ്. കനിമൊഴി ശരത് പവാറിന്റെ മോളും അവർ രണ്ടുപേരും ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിലെ പുതുക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർ രണ്ടുപേരും രാജ്യസഭയിൽ സീതാറാം യെച്ചൂരിയുടെ സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈയിടെ സീതാറാമിന്റെ അനുശോചന യോഗത്തിൽ രണ്ടുപേരും വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞത്, ഞങ്ങൾ പാർലമെന്റിൽ രാജ്യസഭയിൽ കാലുകുത്തി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഞങ്ങളോട് ആരെങ്കിലും ഞങ്ങൾക്ക് എന്താണ് ആവാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടായിട്ടുള്ളൂ: സീതാറാം യെച്ചൂരി ആകണം, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയെ പോലെ ആകണം. വളരെ കൃത്യമായിട്ട് സീതാറാമന്റെ ജീവിതം അടിവാരിയിടുന്നൊരു സംഭവം. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ സമയത്തും പറയുന്ന രണ്ട് വലിയ വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണ പറയാം. നമുക്ക് 30 വർഷം മുമ്പ് ഇന്ന സെക്രട്ടേറിയറ്റ് വീഴ്ച പറ്റി, 20 വർഷത്തിന് മുമ്പ് നമുക്ക് ഇന്ന് റിവിഷനിസ്റ്റ് വ്യതിയാനം സംഭവിച്ചു. ഒരു കാര്യം ഈ കൃത്യമായിട്ട് പറയാൻ പറ്റും: സീതാറാമിന്റെ പൊളിറ്റിക്കൽ പ്രാക്ടീസിൽ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ സെക്ടേറിയനിസം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സീതാറാമിന്റെ തന്നെ വ്യാഖ്യാനത്തിൽ അകത്തു നിന്ന് പ്രവർത്തിച്ച് വൈദേശികമായിട്ട്, അത് യാഥാർത്ഥിക സമൂഹത്തിന് വൈദേശികമായിട്ടുള്ള ഒരു ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവേണ്ട കൊടുക്കൽ വാങ്ങലുകൾ, അതിനെപ്പറ്റിയുള്ള വളരെ ഗാഢമായ ഒരു അന്തരീക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലൊന്നും വലിയ സ്വാധീനമില്ലാത്ത സമയത്ത് പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന, മതനിരപേക്ഷ രാഷ്ട്രീയം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു പ്രതിഭാസമായി വളരാൻ സീതാറാമിന് സാധിച്ചത്. ശരത് പവാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്: ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യങ്ങൾക്ക് സമ്മേളനത്തിനിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് സീതാറാമിനെ കാണാതെ സിഗരറ്റ് വലിക്കാൻ പോകുന്ന ദിവസേന 40-50 സിഗരറ്റ് വലിക്കുകയായിരുന്നു. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശരത് പവാർ പറയുന്ന വെച്ചാൽ, സീതാറാമനെ കാണാതായി കഴിഞ്ഞാൽ എനിക്കൊരു പരിഭ്രാന്തിയാണ്. സീതാറാമ എവിടെ, സീതാറാമ എവിടെയെന്ന് ഞാൻ മീറ്റിങ്ങിനകത്ത് ചോദിക്കുമായിരുന്നു. പക്ഷെ തിരിച്ചു വന്നാൽ സന്തോഷമുണ്ടാവും. അത് സിഗരറ്റ് വലിയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് ശരത് പവാർ പറയുന്നത്. സാർ എനിവേ, ആ തമാശയ്ക്ക് അപ്പുറം ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട്, 15 വർഷമായിട്ടില്ല, 2004 മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്, 89 മുതൽ തന്നെ പല രീതിയിൽ കണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് പ്രതിപക്ഷ നിരകളിലുള്ള എല്ലാ നേതാക്കന്മാർക്കും സീതാറാം ഗോ ടു പേഴ്സൺ എന്ന് പറയുന്നത് സീതാറാം ആയിരുന്നു എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ടാണ്
ഈ ലോസ് ഇറപ്ലേസബിൾ ആണ് എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഗൗരവ് റായ് എന്ന് പറയുന്ന മന്ത്രി അയാൾ പറഞ്ഞത് സീതാറാം CPM-ന്റെ മാത്രം ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ നിർവഹണ സമിതിയിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ജയറാം രമേശും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിലുള്ള സ്വീകാര്യത, ആക്സെപ്റ്റൻസ്, അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രതിഭാസത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ക്യൂബൻ വിപ്ലവത്തിന്റെ കാലത്ത് ചെഗുവേരയ്ക്ക് ഇതുപോലെയുള്ള സ്വീകാര്യത ഉണ്ടായിട്ട് ഉള്ള ഒരുപാട് അനുഭവ വിവരണങ്ങളുണ്ട്. മോഹൻദാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാഠം തന്നെയായി മാറിയ ഒരു ജീവിതം, ഒരേ സമയം സൈദ്ധാന്തികനും പ്രക്ഷോഭകാരിയുമായിരുന്ന ഒരു ജീവിതം, ഇത് ഈ ഒരു ജീവിതത്തിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഈ വിടവ് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നമ്മളിരുന്ന് സീതാറാമന്റെ ജീവിതത്തെയും സീതാറാമന്റെ ആശയങ്ങളെയും പറ്റി കൂടുതലായിട്ട് തുറന്ന് സംസാരിക്കേണ്ട സമയം ആണ്. ആ തുറന്ന സംസാരത്തിന് എൻ്റെതായ ഒരു ചെറിയ സംഭാവന നൽകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത്. നന്ദി, നമസ്കാരം.